വീട്ടിൽ കൊണ്ടുപോയാലോ? എന്താ ശരിക്കുന്നേ? ഞാൻ പറഞ്ഞെന്തൊരു കുഴപ്പം? എടി മണ്ടത്തിയ, അന്റെ ചേച്ചി ഇതിനെ എപ്പ പെരയിലെ കേറ്റിക്കണെന്ന് അറിയോ? എനിക്ക് കാണിച്ചിട്ട് വേണ്ടി ഇങ്ങോട്ട് പുറത്തേക്ക് കൊണ്ടുവന്നതാ. നമ്മുടെ വീട്ടിലുള്ളതാണോ? അതെ, എനിക്ക് ഇന്ന് രാവിലെ കിട്ടിയതാ. എന്നിട്ട് ചേച്ചി എന്റെ അടുത്ത് പറഞ്ഞേ? അതെ, നിന്റെ അടുത്ത് പറഞ്ഞ നീ പാറുവിന്റെ അടുത്ത് പറയും. പാറുവിനാണെങ്കിൽ പട്ടിക്കുട്ടികളെ കാണുന്നത് തന്നെ പേടിയാ. അവൾ ബഹളം വെച്ചാ അമ്മ അറിയും. അപ്പൊ നിന്നെ അറിയിക്കാതെ കൊണ്ടുവച്ചതാ. ഇപ്പൊ ഏതായാലും നീ അറിഞ്ഞില്ലേ? ഇനി നീ ഇത് പാറുവിനോട് പറയാൻ നിൽക്കണ്ട. ഇല്ല ചേച്ചി, പക്ഷെ ഇത് നമ്മുടെ വീട്ടില്. ഞാൻ ചേച്ചിയുടെ റൂമിൽ വന്നപ്പോ പട്ടിക്കുട്ടിയുടെ ശബ്ദം കേട്ട് ഞാൻ പറഞ്ഞല്ലേ. അപ്പൊ ചേച്ചി എന്നോട് എന്താ പറഞ്ഞു? ഇവിടെ ഒന്നുമില്ലാന്ന്. എന്നിട്ട് ഇതെന്താ? നിന്നെ എനിക്ക് വിശ്വാസം ഇല്ലാത്തോണ്ടാ. ഇപ്പൊ വേണമെങ്കിൽ നീ പാറിനോട് പോയി പറയും. അതെ, അന്നെ വിശ്വസിക്കാൻ പറ്റില്ല. ഇല്ല, ഞാൻ പറയില്ല. അല്ല, ഇതിനെ നിങ്ങളുടെ വീട്ടിൽ കയറ്റാ? അതൊന്നും എനിക്കറിയില്ല. ഇങ്ങോട്ട് കൊണ്ടുവന്ന പോലെ കൊണ്ടുപോകണം, ആരും കാണാതെ. അല്ല, അമ്മ കണ്ട സീന. അമ്മക്ക് പട്ടിയൊന്നല്ല, ഒന്നിനെ കണ്ണി കണ്ടൂടാ. അതുകൊണ്ടല്ലേ മുത്തേ ഞാൻ ആരും കാണാതെ ഇതിന് വീട്ടിൽ കയറ്റിയത്. ഇനി അമ്മ കണ്ടിട്ടുണ്ടെങ്കിൽ കളി മാറും മോളെ. ഇതൊന്നും ആവില്ല കളി, മനസ്സിലായോ? ഓ, നിനക്ക് ഇതിന് വേണം? പിന്നെ വേണം. ഞാനിതിന് പേരിട്ടു. എന്ത് പൊട്ടപ്പേരിട്ടത്? ടോമി. അയ്യേ, ടോമോ? ടോമിന് എന്തൊരു കുഴപ്പം? അടിപൊളി പേരാ ടോമ്. നീ ഒന്നും പറയണ്ട, ടോം എന്നുള്ള പേര് അടിപൊളി പേരാ. അയ്യേ, ടോമോ? ചേച്ചി, ഇത് പെൺപട്ടല്ലേ? അതെ. അതിനിപ്പോ എന്താ? ഇതിന് ടോം തന്നെ വിളിക്കണം. കച്ചറ കളിച്ചല്ലേ? ടോം രസമുണ്ടല്ലോ. എന്താണ് എന്റെ പ്രശ്നം? ഇനി പാത്തോ, ടോമൊക്കെ ഇതിന് പെൺപട്ടേക്ക് ഇടോ? ഈ ചേച്ചിക്ക് വട്ടാന്ന് കരുതി? പേരിലൊക്കെ എന്തിരിക്കണോ? അനക്കൊക്കെ നല്ല പേരില്ലേ? എന്ത് കാര്യം? അതെ, അതൊക്കെ ശരിയാ. ഒന്ന് പൊക്കി എവിടുത്തെ? ടോമെന്നൊന്നും വേണ്ട, നമുക്ക് ചെറിയിടാം. ടോമഞ്ചെറിയില്ലാതെ വേറെ പേരൊന്നുമില്ലേ? ടോമെന്നാണ് ഇതിനെ വിളിക്കാനേ ചേച്ചിയുടെ ഉദ്ദേശം ഉണ്ടെങ്കിൽ ഞാൻ അമ്മയുടെ അടുത്ത് കാര്യം പറഞ്ഞു കൊടുക്കും. പക്ഷെ ഇവിടെ അടുത്ത് പറഞ്ഞ് എന്നെ വേണം തല്ലാൻ. ഇതാ ഞാൻ നിന്റെ അടുത്ത് ഒരു കാര്യം പറയാത്തെ. എന്ത് പറഞ്ഞാലും ഇങ്ങനെ തന്നെ ചെയ്തോണം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പേരെന്നെ ഇടണം. പേരെന്താന്ന് ചോദിച്ച്? ജെറി പറ്റില്ല. എന്നാ വൈറ്റി. എന്നാ പിന്നെ ഓഗി. നിന്റെ കാർട്ടൂൺ ആൾക്കാരുടെ പേര് പറയാനല്ല പറഞ്ഞത്. പട്ടിക്കുട്ടിക്ക് ഒരു പേരാ. അപ്പൊ ടോമ കാർട്ടൂൺ ഉള്ളതല്ലേ? ടോമ ഇവിടുത്തെ പട്ടികൾക്കുള്ള പേരാ. നിന്റെ പോലെ ഇവിടുത്തെ പട്ടികൾക്ക് പിങ്കി ഒന്നും ഇടത്തില്ല. എന്നാ ജാക്ക്. അച്ചുടാ, പെൺപട്ടിയുള്ളത്. എന്നാ ടോമി. ടോം ഒന്നും ടോമിന്നൊക്കെ വിളിക്കാം. പറ്റില്ല, ടോമിന്ന് മാത്രം വിളിച്ചാ മതി. അങ്ങനെ സമ്മതിച്ചു കൊടുത്താളിന്നു. സമ്മതിച്ച്. നീ എന്താന്ന് വെച്ചാ വിളിക്ക്. ടോമി എങ്കിൽ ടോമി. അല്ല, അപ്പൊ ചേച്ചി പാലൊക്കെ കൊണ്ടുവന്നത് ഇവനക്ക് വേണ്ടിട്ടാ? അല്ല, നിന്റെ കുഞ്ഞമ്മക്ക് വേണ്ടിട്ട്. അച്ചോടാ, ചളിയായിരുന്നോ? എഴുതി വെച്ചേക്ക് ചളിയാണെന്ന കാര്യൊക്കെ. ഓക്കെ ബേബി. ഓക്കെ ബേബി. മതി, ഇനി ഇതിനെ ഔത്തിക്കേറ്റുള്ള വല്ല വയ്യ നോക്കാം. അമ്മ പുറത്ത് അയലൊക്കെ ഡ്രസ്സൊക്കെ നല്ലോണം ഉണങ്ങിട്ടുണ്ട്. അതൊക്കെ ഒന്ന് അമ്മ എടുത്തു വെച്ചു. കണ്ട നിനക്കൊന്ന് എടുത്തു വെച്ചൂടെ? നിന്റെ ചേച്ചി എവിടെ? അവരോട് എടുത്തേക്കാൻ പറ. ചേച്ചി റൂമിൽ ഇരുന്ന് ഒരേ പഠിത്ത. പാവം, പഠിച്ച് കഷ്ടപ്പെടുവാന്നേ. കൊള്ളാം. എന്നാ ഞാൻ എടുത്തു വെച്ചിട്ട് വരാം. നീ ഇവിടെ നിക്ക്. വല്ല പൂച്ചയോ ഇതൊക്കെ വന്ന് മീൻ എടുത്തോണ്ട് പോവും. ആമേ. അയ്യോ, ഇന്ന് നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്ക്. ഞാൻ പെട്ടെന്ന് അകത്ത് വെച്ചിട്ട് വരാം. പാത്തപ്പോ വന്നേ ദേവ ചേച്ചി. എന്താ കയ്യില്? എന്റെ കയ്യിലൊന്നുമില്ല. പിന്നെന്താ ഇങ്ങനെ പിടിച്ചേക്കുന്നേ? പിന്നെ ഞാൻ വേറെ കാര്യം പറയാനാ വന്നേ. എന്താ കാര്യം? അതെന്താ വെച്ചാ നമ്മുടെ സ്കൂളിൽ വെള്ളം കയറിയെന്നല്ലോ. ഇപ്പൊ വെള്ളം ഇറങ്ങിന്നാ കേട്ടെ. 2 ദിവസം കൊണ്ട് സ്കൂൾ തുറക്കും. നല്ലതാണല്ലോ. നല്ലതാ. വീട്ടിലിരുന്ന് ബോറടിച്ചിരിക്കായിരുന്നു അല്ലേ ചേച്ചി? അതെ പറ, ഭയങ്കര ബോറടിയാ അല്ലേനു? അല്ല ചേച്ചി, നമ്മൾ രാവിലെ കണ്ട പട്ടി അത് പോയോ? പിന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെ കുറെ കേൾക്കുന്നുണ്ടല്ലോ. ആദ്യം ഇവിടെ ചുറ്റിപ്പറ്റി ഇവിടെ പറമ്പിലെങ്ങാണ്ട് നടക്കുന്നുണ്ട്. ഞാൻ അതിനങ്ങ് ആട്ടിവിട്ട് ഒരു കമ്പ് എടുത്ത് പിന്നാലങ്ങ് ഓടി. അത് പിന്നെ ഈ പരിസരത്തേക്ക് വന്നിട്ടില്ലാന്നേ. എനിക്ക് ഇങ്ങനെ തോന്നുന്നതാ അത് ഇവിടെ ഉണ്ടെന്ന്. ആണോ? അതേന്ന്. എവിടുന്ന് പട്ടിന് ശബ്ദക്ക് കേൾക്കുന്നേ? ഇവിടെ പട്ടിയില്ലല്ലോ അതിന്. നീ എന്തൊക്കെയാടി പറയുന്നത്? രാവിലെ ഒരു പട്ടിയെ കണ്ടത് അത് ഇപ്പോഴും ഇവിടെ കാണുന്നുണ്ടോ? എനിക്ക് ചിരിയാ വരുന്നത്. അല്ലേനു ചിരി എന്നടി വരുന്നേ? ഒല്ലേന്ന്. അതെ. അല്ല, നിങ്ങളൊക്കെ എന്തെങ്കിലും സ്തംഭിച്ച് നിൽക്കുന്നേ? വാ, നമുക്ക് ഇന്നലെ കളിക്കാന്നേ. കളിക്കും. വാന്നേ, മുറ്റത്തേക്ക് പോവാം. അവിടെ നല്ല ഇപ്പൊ ഇങ്ങോട്ട് വന്നേ. മുറ്റത്ത് എന്തായിരുന്നു പരിപാടി? എന്ത് പരിപാടി? ഒരു പരിപാടിയില്ല. മുറ്റത്തൊക്കെ എന്തെന്ന് നീയൊന്നുമില്ലാതെ എങ്ങനെയുള്ള കളിക്കാൻ പോലെ? അല്ലനോ, നമ്മളിങ്ങനെ ഒളിയാതെ കളിച്ചേ. അത് ശരിയാ. എങ്ങനെ നമ്മൾ എവിടെയില്ലാതെ കളിക്കാം? എന്ന് നമുക്ക് കള്ളിന് പൊളിച്ച് കളിക്കാം. കുറച്ച് കഴിഞ്ഞ് കളിക്കാം. അല്ല സോറി, കുറച്ച് കഴിഞ്ഞ് കളിക്കാം.
അതെന്താ ഇപ്പൊ കളിച്ച? നിങ്ങൾക്ക് ഞാൻ അറിയാതെ എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. എന്ത് ചുറ്റിക്കളി എന്റെ പാറു? നീ അറിയാത്ത എന്ത് കളിയാ ഞങ്ങൾക്കുള്ളത്? എന്ത് ചുറ്റിക്കളി? അനു ആ പൊട്ടിക്കുട്ടി ചാടിപ്പോയി. അത് ഞാനും കണ്ടതാ. എങ്ങോട്ടാ പോയത്? എനിക്കറിയില്ലടി എങ്ങോട്ടാ പോയതെന്നൊന്നും. എങ്ങനെ ഇപ്പൊ കൊണ്ടുപിടിക്കപ്പെട്ടത്? പോയി പരിചരണം പോയി പിന്നെ നമുക്ക് അതിന്റെ കണി കാണാൻ പോലും കിട്ടത്തില്ല. എന്നാ നമുക്ക് വലിയ മുങ്ങ. അയ്യോ അനു, എനിക്ക് നല്ല തലവേദന. ഇന്ന് വിക്സ് എടുത്തോണ്ട് വിക്സ് അല്ലോട്ട് എടുത്തോണ്ട് കൊണ്ടുവരുന്നത് പൊട്ടിക്കുട്ടി. മനസ്സിലായോ? ഞാനിപ്പൊ വിക്സ് എടുത്തോണ്ട് വരാം. എന്ത് പറ്റി തലവേദന വരാൻ? അതെ ചേച്ചി, നല്ല വെയിലുണ്ടെന്നാ. നല്ലോണം വെയിൽ ഉണ്ടായിരുന്നു. വീട്ടിന് പുറത്തു തുറന്നത് ഞാനിപ്പോ വെയിലുള്ളതാണ്. വെയിൽ കൊണ്ടിട്ടാ ചേച്ചിക്കല്ലിൽ വെയിൽ കൊള്ളൽ കുറച്ച് കൂടുതലാ. കുറച്ച് തലയൊക്കെ വേദനാവട്ടെന്ന്, അല്ലെങ്കിൽ ഫോൺ കണ്ടിട്ടാവും. വല്യമ്മേടെ അടുത്ത് പറഞ്ഞു നോക്ക്, കേൾക്കും നിങ്ങൾക്ക് ചീത്ത. ഞാൻ പറയാൻ പോകുന്നൊന്നുമില്ല. പറയും ഫോൺ കണ്ടിട്ടാണ്. അതുകൊണ്ടേ പറയാത്തന്നെ നല്ലത്. അല്ല ദേവ ചേച്ചിയെ, വിക്സ് ഇല്ലേ? വിക്സ് വിക്സ് തെന്നിപ്പോയതാണോ അത് നിങ്ങൾ എറിഞ്ഞതാണോ? അത് തെന്നിപ്പോയതാ. അതിന്റെ സ്വന്തം ഇഷ്ടത്തിന്. വിക്സ് അങ്ങനെ തെന്നിയൊക്കെ പോവോ? അതും സ്വയം ഇഷ്ടത്തിന് ചില വിക്സുകൾ പോകൂടി. അല്ല വിക്സ് ഏത് ഭാഗത്തൊക്കെ പോയത്? അമ്മ തുണിയെടുക്കാൻ പോയില്ലേ, ആ ഭാഗത്തെ റൂമിന്റെ ജനലിൽ കാണും വിക്സ്. അവിടെന്നും പോയിക്കണെങ്കിലോ? പിന്നെ വിക്സിനെ കാണാനേ നമ്മളെ അടുത്ത ജന്മത്ത് പോവാം. വിക്സ് ഒറ്റ ചാട്ടമായിരുന്നേ. എന്താ ഈ വിക്സ് ഇങ്ങനെ ചാടുന്നേ? വിക്സിന് എന്താ കയ്യും കാലും ഉണ്ടോ? ഇല്ല. എന്റെ ദേവി